ഇതാണ് ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ട്. ഇതാണ് നമ്മുടെ കൊട്ടാരം എത്താറായി. ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട്, രാവിലെ വന്ന പോലെയല്ല. ഇത് പഴിക്കോടാ കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെയോ പരിപാടികളൊക്കെ കൂടെ ഉണ്ട്. ഒരു വാളെങ്കിലും വെക്കായിരുന്നു കാണാൻ, അതൊന്നും ഇല്ല കേട്ടാ. അത് ശരിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊല്ലങ്കോട് ഒരു കൊട്ടാരത്തേക്ക് പോവാണ്. വർഷത്തിലൊരു പ്രാവശ്യമല്ലേ തുറക്കുള്ളൂ. ഇന്ന് മാത്രം തുറക്കുള്ളൂ. ഇന്ന് കൊല്ലങ്കോട് ആറാട്ടായതുകൊണ്ട് ഇന്ന് തുറക്കും. അപ്പം നമ്മൾ നേരെ അവിടേക്ക് പോകാനാണ്. പോയിട്ട് അവിടെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുമോ? അത് വീഡിയോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് വണ്ടിയിലാണ് നമ്മൾ പോണ്. ഈഗോ ഒക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു അല്ലേ വിഷ്ണു? അപ്പം ഇനി പോയിട്ട് കാണാം. ഞങ്ങളെന്തായാലും ഇപ്പോൾ പോയിട്ട് കൊട്ടാരം കണ്ടു കഴിഞ്ഞിട്ട് വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് പരിപാടിക്ക് പോകും. 5 മണിക്ക് വിഷ്ണുവിൻ്റെ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ കൊട്ടാരത്തേക്ക് പോവാം ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. കുറച്ച് ഇപ്പുറത്ത് തന്നെ പാർക്ക് ചെയ്തു. ഇനി എന്തായാലും കൊട്ടാരത്തേക്ക് നടക്കണം. ഈ മതിലൊക്കെ കണ്ട ഇതന്നെ കൊട്ടാരത്തിൻ്റെ മതിലാണ്. ഇതിൻ്റെ എൻട്രി അപ്പുറത്തുകൂടിയാണ് തന്നെ ഉള്ളൂ. അതിൽ കൂടിക്കാണ് നമുക്ക് പോവാൻ ഗായ്സ്. ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഇതാണ് മെയിൻ ഗേറ്റ്. ഇത് മെയിൻ ഗേറ്റ്. ഇവിടെ തുറക്കില്ല. അപ്പുറത്താണ് തുറക്കുക. അപ്പുറത്തുകൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇത് തന്നെ കൊട്ടാരം. ഇത് കണ്ട, ഇത് മേളിലൊക്കെ നമ്മുടെ അയ്യപ്പൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് പക്ഷേ കിട്ടുന്ന വീഡിയോ അതാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്. ഇതാണ് കൊട്ടാരം. ഇതിലിപ്പോൾ അല്ലേ എന്തോ യോഗൻ്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അല്ലേ? യോഗയല്ലേ? അങ്ങനെ എന്തൊക്കെയോ ഇപ്പോൾ പരിപാടിയാണ്. യെസ്, ഇവിടെയായിരുന്നു ഇന്നലെ പരിപാടി. ഈ അമ്പലത്തിൽ കണ്ട മാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഇതാ കൊട്ടാരം. നമ്മൾ ഈ വഴി വന്നത്. ഇനി ഇത് അപ്പുറത്താണ് എൻട്രി, നമുക്കുള്ള എൻട്രി. അതിൽ കൂടെ വേണം പോവാൻ. ഗായ്സ്, ഇതാണ് നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്ത് ചെല്ലേണ്ട വഴി. ഇത് മൊത്തം കൊട്ടാരത്തിൻ്റെ ആണിതാ. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. കണ്ട ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കയറ്റി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗായ്സ്, പണിപാളി. എന്താണെന്ന് വെച്ചാൽ കൊട്ടാരം തുറന്നിട്ടില്ല. നല്ല കാര്യം. ഇനി എന്തോ 3 മണിക്ക് ശേഷം തുറക്കുള്ളൂ എന്ന്. അപ്പോൾ വൈകിട്ട് വന്നിട്ട് എന്തായാലും കാണാൻ പറ്റുള്ളൂ. ഒരാളാണ് ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ തുറക്കുന്നു. അതും കേട്ടിട്ട് വന്നാണ്. ഇപ്പോൾ ആകെ മൂഞ്ചലായി. ഇനി എന്തായാലും നാളെ വരാം. അത് നാളെയല്ല, സോറി, ഇനി എന്തായാലും വൈകിട്ട് വരാം. ഗൈസ്, നമ്മളപ്പോൾ ആനനെ കാണാൻ വരാമെന്ന് വിചാരിച്ചു. ഇത് അവിടെ ആന നിൽക്കുന്നുണ്ട്. ആനനെ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് കൊട്ടാരത്തിലൊക്കെ കയറാം. അപ്പോൾ കാണിച്ചു തരാം മൊത്തം. ഗൈസ്, നമ്മളിത് ആനൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാന നിൽക്കണുള്ളൂ. ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ആന ഇവിടെ വൈകിട്ട് പരിപാടിയായിരിക്കും. അല്ല ശരി, അർജുനും മറ്റേ കാളിയറമ്മയുടെ രാശിയായാലും ഒരേപോലെ ഉണ്ടാവും. അതൊക്കെ ആനപ്രാന്തം വിഷ്ണു തന്നെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ വിഷ്ണുവിനെ ഇവിടെ വിടാൻ വന്നു. ഇനി വിഷ്ണു വീട്ടിൽ പോയിട്ടോ. ഇനി എത്ര മണിക്കാണ് പോവാ? ഒരു 5 മണിയാകുമ്പോൾ പോവാം. അപ്പോൾ കൊട്ടാരത്തേക്ക് പോയിട്ട് കൊട്ടാരം കാണിച്ചു തരാം ഗൈസ്. ഇനി ഏതായാലും വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങി ഒരു 5 മണിയാകുമ്പോൾ പോയാൽ കൊട്ടാരം കണ്ട് ആറാട്ടും കണ്ടിട്ട് വരാം. ബായ്. 5 മണിക്ക് വാട്ടാ. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം വൈകിട്ട് 5 മണിയായി. ഇനി എന്തായാലും കോട്ട തുറന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇനി കോട്ട തുറന്നിട്ട് അവിടുന്ന് പരിപാടിയും സ്റ്റാർട്ടായിട്ടുണ്ടാവും. ആനകളെല്ലാം വന്നിട്ടുണ്ടാവും. നമുക്ക് നേരെ ആദ്യം കോട്ടയ്ക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ബൈ. ഗൈസ്, ഇതാണ് നമ്മുടെ കൊട്ടാരം എത്താറായി. ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട്, രാവിലെ വന്ന പോലെയല്ല, ഫുള്ള് തിരക്ക്. ഇതാ ഗൈസ്, ഇതാണ് അത്. ഇവിടെ ഫുള്ള് തിരക്ക്, ഫുള്ള് പൊടിയും. ഇതന്നെ പച്ചപ്പ്. ഗായ്സ്, നമ്മളങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. എടാ, ഇതന്നെ പോണുള്ളൂ കാണാൻ. ഫ്രണ്ട് പോയി കാണാവാ. ആൾക്കാർ നോക്ക്, ഇവിടെ ഇരിപ്പായി. വീടിൻ്റെ കൊട്ടാരം പോലെയായി. ഇതിപ്പോൾ നമുക്ക് എന്തായാലും കൊട്ടാരൻ്റെ അപ്പുറമൊക്കെ പോയി കാണാം. ഇവിടെ എന്താണ്? വിഷ്ണു
ഗായ്സ് ഇവിടെ നല്ല തിരക്കായിട്ടാ. ഇതെന്താ ഈ രാജാവിന്റെ റൂമാ? ഇവിടെ എന്തോ ആണ് ഈ രാജൻ, എന്താണ് ഇതൊക്കെ? വിഷ്ണു വെറുതെ ഓരോന്ന് തള്ളിമറിക്കുകയാണ്. നോക്ക് എന്താ തിരക്ക്. അങ്ങനെ വലിയതായിട്ടൊന്നും കാണാനില്ല അല്ലേ? ഞാൻ അവിടെയാണെന്ന് തോന്നുന്നു ഫ്രണ്ട്. ഇങ്ങനെ അപ്പുറത്തൂടെ പോയി നോക്കാലോ. ഗായ്സ് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഗായ്സ് ഈ അമ്പലം കണ്ടത് കൊട്ടാരത്തിൻ്റെ അകത്തുള്ള അമ്പലമാണ്. ഇവിടെ നിന്നാണ് ആറാട്ട് തുടങ്ങുക. ഈ അമ്പലം മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച്. പിന്നെ വേറൊന്നും കാണാനില്ല. പിന്നെ കുറെ ആൾക്കാരുണ്ട്. രാജാവിന് എന്തിനാ അമ്പലം എന്നാണ് ഇപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ. നല്ലോണം തിരക്കാണ്. അവിടെയാണ് കൊട്ടാരത്തിന്റെ എന്തോ കുളം, നമുക്ക് പോകാനും പറ്റില്ല. ഫുള്ള് തിരക്ക് മാത്രമുണ്ട്, വേറൊന്നും ഇല്ല കേട്ടോ കാണാൻ. പിന്നെ അമ്പലം, ഈ കൊട്ടാരത്തിന്റെ എന്താണ് നല്ലൊരു വീട് കൊട്ടാരത്തിന്റെ. ഇത്രയേ ഉള്ളൂ. ഇത് ഫ്രണ്ടിൽ നോക്കിയാൽ കാണും. കമോൺ. തിരക്ക് മാത്രം നല്ലോണം ഉണ്ട്. ഇവിടെ അവിടെ ഓരോരോ ഇങ്ങനത്തെ വീട് പോലത്തെ ഒരു സാധനമുണ്ട്. അതന്നെ ഉള്ളൂ പ്രത്യേകിച്ച് പറയാൻ. പിന്നെ നല്ലോണം തിരക്ക്, അതുകൊണ്ടൊന്നും ഇരുട്ടായതുകൊണ്ട് നല്ലോണം കാണാനും പറ്റില്ല. ഞാൻ വിചാരിച്ചു കൂടെ വലിയ മറ്റേ രാജാവിൻ്റെ വാളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ കാണും വിചാരിച്ചാൽ ഒന്നുമില്ല. ജസ്റ്റ് ഒരു അമ്പലം ഇതന്നെ ഉള്ളൂ. നമ്മുടെ ഗായ്സ് ഇവിടെ വലുതായിട്ട് കാണാനൊന്നും ഇല്ല കേട്ടോ. ഒരു അമ്പലം എന്തോ ഉണ്ട്, ആറാട്ട് തുടങ്ങുന്ന അമ്പലം. പിന്നെ ഫുൾ പൊടി. വിഷ്ണു അവിടെ, വിഷ്ണു കൊട്ടാരത്തിൽ രാജാവായി നിന്നാ ഇല്ല, അതാ വരുന്നുണ്ട്. ഗായ്സ് ഇവിടെ ഫുൾ പൊടി. രാജാവിന്റെ കുതിരയ്ക്ക് ഓടാൻ. ഗായ്സ് അപ്പൊ കൊട്ടാരം അത്രയേ ഉള്ളൂ. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് കൊട്ടാരത്തിനെ കുറിച്ച് സുരേന്ദ്രേട്ടാ? ഒന്നും കണ്ടില്ല സത്യം. ഫുൾ ക്രൗഡ് ഓൺലി. കൊട്ടാരത്തിന്റെ മെയിൻ പോർഷനിലൊന്നും പോകാൻ അനുവദിക്കാതെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു എൻട്രി മാത്രം ട്ടാ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങള് രാജാവിന് വല്ല ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അസുഖം കിടപ്പിലാവും. അത്രയും പൊടി പടലങ്ങളാണ് ജനങ്ങൾ. അത് മതിയാക്കി ഇപ്പൊ ആനന്റെ കൂടെ പോവുകയാണ്. അതെ ബൈ ഗൈസ്. അതെ ഗൈസ്. അപ്പൊ ഓക്കെ, ഞാൻ വിചാരിച്ചു രാജാവിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു വാളെങ്കിലും വെക്കായിരുന്നു കാണാൻ. അതൊന്നും ഇല്ല കേട്ടാ. കുറച്ചു നേരം കൂടെ ഉള്ളിൽ നടക്കാൻ ആള് ശരിയാണ്, പൊടി ഫുള്ള് പൊടി. അപ്പൊ അത്രേ ഉള്ളൂ. ഗായ്സ് നമ്മൾ രാവിലെ കണ്ടില്ലേ കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റ്, അത് തുറന്നു. അതാണ് ഇവിടെ റൗണ്ട് അടിച്ചില്ല. വാ വരൂ. ഇവിടെ പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിഷ്ണു ഇല്ലയോ? ഒന്നും അങ്ങനെ കാണാനൊന്നും ഇല്ല കേട്ടോ കാര്യമായിട്ട്. ഇത് വെറുതെ ഇവിടെ നടക്കാമെന്ന് മാത്രം. അവിടുത്തെ തിരക്കി പെടാണ്ട് ഇവിടെ സമാധാനത്തിൽ വന്ന് നിൽക്കാം. നല്ലോണം തിരക്കാവുന്നുണ്ട് കേട്ടാ. കൊട്ടാരം ഫുള്ള് തിരക്ക്. ഇതവിടെ എന്തൊരു കുളമുണ്ട്, വെള്ളം ചാടൽ. ഈ കൊട്ടാരത്തിൻ്റെ ഇതാണ്. ഈ വഴി ചെന്നാലാണ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ നേരത്തെ ഒരു വഴി, ആ വഴി എത്തുക. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ. കുറച്ച് ഫോട്ടോ മാത്രം എടുക്കാം അവിടെ കഴിഞ്ഞിട്ട്. അവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിലാണിപ്പോൾ എന്തോ യോഗൻ്റെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ഉഴിച്ചൽ എന്നാണ് വിഷ്ണു പറയുന്നത്. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ട ഇതില് കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി കൂടുതലൊന്നും കാണാനുള്ള ഇത് നമുക്ക് തന്നിട്ടില്ല അവർ. ഇത് സെറ്റായിട്ടില്ലേ കുളം? ഇത്രേ ഉള്ളൂ കൊട്ടാരം. വലുതായിട്ടൊന്നുമില്ല കാണാൻ. ചിലപ്പോൾ അകത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് കാണിച്ചു തരില്ല ഒരു. അവിടെയൊക്കെ കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഗായ്സ് ഇതാ ആനയ്ക്ക് കൊട്ടാരത്തിനകത്തേക്ക് വന്നു. ഇതെന്താ പരിപാടി കഴിഞ്ഞ ആനയാണ് അവിടെ വരുന്നത്? പരിപാടി കഴിഞ്ഞ ആനയാട്ടോ അവിടേക്ക് വരുന്നത്. ഇനി ബാക്കി ഇത് 4 ആനകൾ ഇങ്ങോട്ട് വരും. പിന്നെ ബാക്കി 3 ആന അവിടേക്ക് പോകും, വേറെ ഒരു അമ്പലത്തിൽ പോകും. ഇവിടുന്നാണ് പരിപാടി തുടങ്ങുന്നതും ഇവിടുന്നാണ് അവസാനിക്കുന്നതും.
ഇത് ഇവിടേക്ക് വരുമോ? 3 മാത്രം അവിടേക്ക് ഇന്ന് ഇവിടെ വരണോ? വലം വെക്കാൻ വരിക? ഇത് പൈക്കോടാ കഴിഞ്ഞു. ആനൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ ആനൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞ ആനയൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് വരും. ഇതാണ് ട്ടോ അവിടുത്തെ ആയുർവേദത്തിൻ്റെ പേര്, കളരിക്കോവിലകം ആയുർവേദ ആശുപത്രി. ഒപിയൊക്കെ ഉണ്ട് ടൈം ഗൈസ്. അപ്പോൾ കൊട്ടാരം വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇത്ര തന്നെ കാണാനുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കാണാനില്ല. പിന്നെ പറയൂ എന്താണെന്ന് പറയാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇത് കുറേ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല, അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ കുറേ ഷൂട്ടിംഗ് എടുത്തിട്ടുണ്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്, അതൊക്കെയാണ്. പഴയ സിനിമ ആ ഷൂട്ടിംഗ് എടുക്കാൻ മാത്രം തുറന്നു കൊടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ കൊട്ടാരം. അതിന് പക്ഷേ നല്ലോണം പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൊട്ടാരം വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.